ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണു. നമുക്കിന്ന് മസാല ടീ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, സാധാരണ ചായയും മസാല ടീയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന്. മസാല ടീക്കകത്ത് നമ്മൾ ഒരുപാട് സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ടീ ആണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, ഡൈജഷന് സഹായിക്കാൻ, നമ്മളുടെ എനർജി ലെവൽ കൂട്ടാനായിട്ട് ഒക്കെ ഈ മസാല ടീ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമാണ്. മാത്രമല്ല, നമുക്ക് കോൾഡ്, കഫ് അങ്ങനെ ഉള്ള ചില ദിവസങ്ങളിൽ നമ്മുടെ എനർജി ലെവൽ ലോ ആണെന്ന് തോന്നുന്ന ചില ദിവസങ്ങളിൽ ഒക്കെ നമ്മൾ ഈ രീതിയിൽ മസാല ടീ തയ്യാറാക്കി കുടിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യും. കോൾഡും കഫും ഒക്കെ വളരെയധികം കുറഞ്ഞ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലാണ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മസാല ടീ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ഫ്രൈ പാൻ എടുക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക. അതിലേക്ക് ഒരു കഷ്ണം ചുക്ക്, ഇഞ്ചി ഉണങ്ങി വന്നാലാണ് ചുക്ക് എന്ന് പറയണത്. പിന്നെ പെരിഞ്ചീരകം 1 ടീസ്പൂൺ, 5 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഒരു സ്മോൾ സിന്നാമൺ, 5 കുരുമുളക്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ ചെറിയ സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടുപ്പത്തുള്ള പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 ഗ്ലാസ് മസാല ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നോർമൽ കടുപ്പത്തിലുള്ള ചായയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ ചായപ്പൊടിയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അതിലേക്ക് മസാല ചായ പൗഡർ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയുടെ അളവും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ചായ ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 2 ഗ്ലാസ് വെള്ളത്തിന് 1/4 കപ്പ് പാല്. ആ ഒരു റേഷ്യോയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ചായ ഇപ്പോൾ നന്നായി തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 5-6 മിനിറ്റ് ഇതേ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെക്കാം. അപ്പോഴാണ് ആ ചായയുടെ ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ചായ മസാലയുടെയും ചായപ്പൊടിയുടെയും ഒക്കെ ടേസ്റ്റ് ശരിക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാല ടീയുടെ കളറൊക്കെ നല്ലതായിട്ട് ചേഞ്ച് ആയിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. ചായക്ക് ടേസ്റ്റ് കൂട്ടുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ചായ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. പണ്ടൊക്കെ ചായക്കടകളിലൊക്കെ ചായ അടിക്കുന്ന ഒരു പതിവ് കാഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ നമുക്കതിന് പകരമായിട്ട് ഇവിടെ 2 പാത്രത്തിൽ ഇങ്ങനെ നന്നായിട്ട് കുറച്ച് ഉയരത്തിൽ നിന്ന് ഒഴിച്ചിട്ട് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ചായ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.